ദ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്. ഷിപ്പ് എന്നാൽ എല്ലാവർക്കും അറിയാം, കപ്പൽ അല്ലേ? കപ്പൽ എന്താണ്? അവ ഒരു ലാർജ് വെഹിക്കിളാണ് അല്ലേ? വലിയ വണ്ടിയാണ്. അവ ഏതിലൂടെയാണ് ട്രാവൽ ചെയ്യാനായി ഉപയോഗിക്കുന്നത്? അതെ, വെള്ളത്തിലൂടെ ട്രാവൽ ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളാണ് ഷിപ്പ് എന്ന് പറയുന്നത്. ഷിപ്പ് ഒരുപാട് ലോഡ്സ്, അതായത് ഒരുപാട് ചരക്കുകളും അതുപോലെ പാസഞ്ചേഴ്സിനെയും ഒരു സ്ഥലത്തിൽ നിന്നും വേറെ ഒരു സ്ഥലത്തേക്ക് വെള്ളത്തിലൂടെ ട്രാവൽ ചെയ്യാനായി ഉപയോഗിക്കുന്ന വെഹിക്കിളാണ്. ചരക്കു കപ്പലുകൾ, അതുപോലെ തന്നെ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന കപ്പലുകൾ, അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകൾ എന്നിങ്ങനെ ഷിപ്സുകളിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഡെസേർട്ട് എന്നാൽ മരുഭൂമി. ദ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്. മരുഭൂമിയിലെ കപ്പലോ? അതെന്താണ്? അറിയണ്ടേ? ആരാണ് മരുഭൂമിയിലെ കപ്പൽ? നമുക്കെല്ലാവർക്കും അറിയാം, ക്യാമൽ, ഒട്ടകം അല്ലേ? ഒട്ടകത്തെ മരുഭൂമിയിലെ കപ്പൽ എന്നാണ് വിളിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ഒട്ടകത്തെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിളിക്കുന്നത്? കാരണം അവർക്ക് മരുഭൂമിയിലുള്ള ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റിൽ ജീവിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെതർ എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് ഡ്രൈ വെതർ ആണ്. അതുപോലെ തന്നെ അവർക്ക് മരുഭൂമിയിലൂടെ നന്നായി നടക്കാനായി കഴിയും. ക്യാമൽസിന്റെ ഫീറ്റിലുള്ള പാഡഡ് ആയിട്ടുള്ള ആ ഭാഗം മണലിലൂടെ നടക്കാനായി അവരെ സഹായിക്കുന്നു. അതുപോലെ ക്യാമൽസ് ഒരുപാട് സാധനങ്ങൾ ഒരു സ്ഥലത്തിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് മണലിലൂടെ എടുത്തു പോവാനായി സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് എന്ന് വിളിക്കുന്നത്. ക്യാമൽസിനെ കുറിച്ച് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ? ഗ്രൂപ്പ് ഓഫ് ക്യാമൽസിനെയാണ് കാരവാൻ എന്ന് വിളിക്കുന്നത്. മെയിൽ ക്യാമലിനെയാണ് ബുൾ ക്യാമൽ എന്ന് വിളിക്കുന്നത്. ഫീമെയിൽ ക്യാമലിനെ കൗ ക്യാമൽ എന്നും വിളിക്കും. അവരുടെ കുട്ടികളെ കാവ്സ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമൽസിന് 3 ഐലിറ്റ്സ് ഉണ്ട്, 3 ഐലിറ്റ്സ് ഉണ്ട്. ഈ ഐലിറ്റ്സ് എന്തിനാണെന്നറിയണ്ടേ? അവർക്ക് സാൻഡ് സ്റ്റോംസ്, അതായത് മണൽക്കാറ്റിൽ നിന്നെല്ലാം രക്ഷ നേടാനായിട്ടാണ് ഈ 3 ഐലിറ്റ്സ് അവർക്കുള്ളത്. അവരുടെ ആവറേജ് ലൈഫ് സ്പാൻ, അവർ എത്ര കാലം ജീവിച്ചിരിക്കും എന്ന് നോക്കിയാൽ അവർക്ക് 45 to 60 ഇയേഴ്സ് ജീവിച്ചിരിക്കാനായി കഴിയും. ഇനി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്യാമലിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഇവിടെ ഒരു ലയൺ ആദ്യമായി ഒരു ക്യാമലിനെ കാണുകയാണ്. അവിടെ എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ലയൺ roaring, who are you? Camel looking down at the lion, I am the ship of the desert. Who are you? Lion, don't you know me? I am the king of the forest. Camel, are you? Oh, I see. Lion, frowning, you call yourself the ship of the desert? How can you be a ship? You are an animal. Lion. ഇവിടെ ഒരു ലയനും ക്യാമലും കണ്ടുമുട്ടുകയാണ്. ലയൺ ആദ്യമായിട്ടാണ് ക്യാമലിനെ കാണുന്നത്. അപ്പോൾ ലയൺ റോറിങ്, അലറിക്കൊണ്ട് ചോദിക്കുകയാണ്, ഹൂ ആർ യു? നീ ആരാണ്? അപ്പോൾ ക്യാമൽ പറയുകയാണ്, ലുക്കിംഗ് ഡൗൺ അറ്റ് ദ ലയൺ. കണ്ടില്ലേ, ലയനും ക്യാമലും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ഹൈറ്റിലെന്ന്. അപ്പോൾ ക്യാമൽ കുനിഞ്ഞുകൊണ്ട് ഇതുപോലെ ലയനെ നോക്കി പറഞ്ഞു, I am the ship of the desert. Who are you? ക്യാമൽ പറഞ്ഞു, ഞാൻ ഡെസേർട്ടിലെ ഷിപ്പാണ്, ഞാൻ മരുഭൂമിയിലെ കപ്പലാണ്. നിങ്ങൾ ആരാണ്? Who are you? അപ്പോൾ ലയൺ പറഞ്ഞു, Don't you know me? ലയൺ ചോദിച്ചു, നിനക്ക് എന്നെ അറിയില്ലേ? I am the king of the forest. ഞാൻ കാട്ടിലെ രാജാവാണ്, എന്നെ അറിയില്ലേ? ക്യാമൽ, ആർ യു? ഓ, ഐ സീ. അപ്പോൾ ക്യാമൽ പറഞ്ഞു, ഓ, നിങ്ങൾ അതായിരുന്നോ? ഓ, ശരി ശരി. ലയൺ ഫ്രോണിങ്, യു കോൾ യുവർ സെൽഫ് ദ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്. ഹൗ ക്യാൻ യു ബി എ ഷിപ്പ്? യു ആർ ആൻ ആനിമൽ. ഫ്രോണിങ് എന്നാൽ മുഖം ചുളിച്ചുകൊണ്ട്. ലയൺ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു, നീ നിന്നെ തന്നെ ഡെസേർട്ടിലെ ഷിപ്പാണ് എന്ന് പറയുന്നു. നിനക്ക് എങ്ങനെയാണ് ഒരു ഷിപ്പാവാൻ കഴിയുക? ഹൗ ക്യാൻ യു ബി എ ഷിപ്പ്?
യു ആർ ആൻ ആനിമൽ. നീ ഒരു ആനിമൽ അല്ലേ, നീ ഒരു മൃഗമല്ലേ, നിനക്ക് എങ്ങനെയാണ് ഒരു ഷിപ്പ് ആവാൻ കഴിയുക? നീ എന്തിനാണ് നിന്നെ തന്നെ ഈ ഷിപ്പ് ഓഫ് ദി ഡെസേർട്ട് എന്ന് പറയുന്നത് എന്ന് ലയൺ ക്യാമലിനോട് ചോദിച്ചു. Camel, smiling, so I am, but people call me the ship of the desert. I can walk across the desert even on a hot afternoon. അപ്പോൾ ക്യാമൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഞാൻ അനിമൽ തന്നെയാണ്, പക്ഷേ ആളുകൾ എന്നെ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്, മരുഭൂമിയിലെ കപ്പൽ എന്നാണ് വിളിക്കുന്നത്. ഐ ക്യാൻ വാക്ക് അക്രോസ് ദ ഡെസേർട്ട് ഈവൻ ഓൺ എ ഹോട്ട് ആഫ്റ്റർനൂൺ. എനിക്ക് മരുഭൂമിയിൽ വളരെ ഹോട്ടായിട്ടുള്ള ഒരു ഉച്ച സമയത്ത്, ആഫ്റ്റർനൂൺ സമയത്തെല്ലാം എനിക്ക് മരുഭൂമിയിലൂടെ നടക്കാനായി കഴിയും. ദ സാൻഡ് ബേൺസ് ബട്ട് ഇറ്റ് ഡസൻറ്റ് ബോദർ മീ. മണൽ, സാൻഡ് എന്നാൽ മണൽ, മരുഭൂമിയിലെ മണൽ കണ്ടിട്ടില്ലേ? ആ മണലെല്ലാം ചുട്ടുപഴുത്ത് ഇരിക്കുന്നുണ്ടാവും, പൊള്ളും ആ മണലെല്ലാം. എന്നാൽ പോലും എനിക്കതിലൂടെ നടക്കാനായി കഴിയും. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ലയൺ, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. അപ്പോൾ ലയൺ പറഞ്ഞു, ഓ, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ക്യാമൽ, ക്യാൻ യു വാക്ക് അക്രോസ് എ ഡെസേർട്ട്? അപ്പോൾ ക്യാമൽ ചോദിച്ചു ലയനോട്, നിനക്കൊരു ഡെസേർട്ടിലൂടെ, ഒരു മരുഭൂമിയിലൂടെ നടക്കാനായി കഴിയുമോ? ലയൺ, ബ്ലിങ്കിങ്, നോ, ഐ കാൺട്ട്, ബട്ട് ഐ ക്യാൻ റൺ ഇൻ ദ ഫോറസ്റ്റ്. ബ്ലിങ്കിങ് എന്നാൽ കണ്ണു ചിമ്മുക, കണ്ണടയ്ക്കുക. ലയൺ കണ്ണു അടച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, എനിക്കാവില്ല, പക്ഷേ എനിക്ക് ഫോറസ്റ്റിലൂടെ, കാട്ടിലൂടെ ഓടാനായി കഴിയും. ക്യാമൽ, with this chain, every animal can do that. I alone can run on sand. I can run on sand at 25 kilometers an hour. Camel, with disdain, every animal can do that. Disdain എന്നാൽ പുച്ഛത്തോടുകൂടി. ക്യാമൽ പുച്ഛത്തോടുകൂടി പറഞ്ഞു, എല്ലാ ആനിമൽസിനും അത് ചെയ്യാനായി കഴിയും. I alone can run on sand. പക്ഷേ എനിക്ക് മാത്രമാണ് സാൻഡിലൂടെ, മണലിലൂടെ ഓടാനായി കഴിയുകയുള്ളൂ. I can run on sand at 25 kilometers an hour. എനിക്ക് മണലിലൂടെ 25 kilometers, മണിക്കൂറിൽ 25 കിലോമീറ്റേഴ്സോളം എനിക്ക് ഓടാനായി കഴിയും എന്ന് ക്യാമൽ പറഞ്ഞു. ലയൺ, വണ്ടറിംഗ്ലി, ഹൗ ക്യാൻ യു ഡു ദാറ്റ്? ലയൺ അതിശയത്തോടുകൂടി ചോദിച്ചു, ഹൗ ക്യാൻ യു ഡു ദാറ്റ്? നിനക്ക് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാനായി സാധിക്കുന്നത്? ക്യാമൽ, ലുക്ക് അറ്റ് മൈ ഫീറ്റ്, ദേ ആർ തിക്ക് ആൻഡ് പാഡഡ്. ദ ഹോട്ട് സൺ ഡസ് നോട്ട് ബേൺ ദം. അപ്പോൾ ക്യാമൽ പറഞ്ഞു, നീ എൻ്റെ കാലുകളിലേക്കൊന്ന് നോക്കൂ. ലുക്ക് അറ്റ് മൈ ഫീറ്റ്, എൻ്റെ കാൽപാദത്തിലേക്കൊന്ന് നോക്കൂ. ദേ ആർ തിക്ക് ആൻഡ് പാഡഡ്. അവ വളരെ തിക്കാണ്, അതുപോലെ പാഡഡ് ആണ്, നല്ല കട്ടിയുള്ളതാണ്. ദ ഹോട്ട് സൺ ഡസ് നോട്ട് ബേൺ ദം. ചൂടുള്ള സൂര്യന്, വളരെ ചൂടായി നിൽക്കുന്ന സൂര്യന് അതിനെ ബേൺ ചെയ്യാനായി കഴിയില്ല. ലയൺ, മൈ ഫീറ്റ് ആർ പാഡഡ് ടു. അപ്പോൾ ലയൺ പറഞ്ഞു, എൻ്റെ ഫീറ്റും കണ്ടില്ലേ, എൻ്റെ ഫീറ്റും പാഡഡ് ആണ്, വളരെ കട്ടിയുള്ളതാണ്. ത്രോൺസ് ഡോണ്ട് prick them and I can run 80 kilometers an hour. അപ്പോൾ ലയൺ പറഞ്ഞു, എൻ്റെ കാലും പാഡഡാണ്, മുള്ളുകൾക്കൊന്നും അതിനെ കുത്താനായി കഴിയില്ല. എനിക്ക് 80 kilometers an hour ഓടാനായി കഴിയും. നിനക്ക് 25 kilometers അല്ലേ, എനിക്ക് മണിക്കൂറിൽ 80 kilometers ഓടാനായി കഴിയും. Camel, that is true. You can run 80 kilometers an hour in the forest, but can you run even a mile on the hot sand? അപ്പോൾ ക്യാമൽ പറഞ്ഞു, ശരിയാണ്, നിനക്ക് 80 kilometers എല്ലാം ഫോറസ്റ്റിലൂടെ, കാടിലൂടെ നിനക്ക് ഓടാനായി കഴിയും. പക്ഷെ നിനക്കൊരു മൈലെങ്കിലും ഹോട്ട് സാൻഡിലൂടെ ഓടാനായി കഴിയുമോ? ലയൺ, മേ ബി നോട്ട്, ബട്ട്. അപ്പോൾ ലയന് മനസ്സിലായി, ശരിയാണ്, എനിക്കതിന് കഴിയില്ല, അതിന് ക്യാമലിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ലയൺ പറഞ്ഞു, മേ ബി നോട്ട്, ചിലപ്പോൾ കഴിയില്ലായിരിക്കാം. ക്യാമൽ, interrupting,
And you can't live without water for a week, can you? അപ്പോൾ ലയൺ ഇങ്ങനെ പറയാണ്, ശരിയാണ്, എനിക്കതിന് കഴിയില്ലായിരിക്കാം, പക്ഷേ എന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ക്യാമൽ ഇന്ററപ്റ്റിംഗ് എന്നാൽ ഇടയിൽ കയറുക, അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇടയിൽ കയറിക്കൊണ്ട് പറഞ്ഞു, ആൻഡ് യു കാൺട്ട് ലീവ് വിത്തൗട്ട് വാട്ടർ ഫോർ എ വീക്ക്. അതുപോലെ തന്നെ നിനക്ക് വെള്ളമില്ലാതെ ഒരാഴ്ച പോലും, ഒരു വീക്ക് പോലും ജീവിക്കാനായി കഴിയില്ല. ക്യാൻ യു? നിനക്ക് പറ്റുമോ? അപ്പോൾ ലയൺ പറഞ്ഞു, നോ ഐ കാൺട്ട്. അപ്പോൾ ലയൺ പറഞ്ഞു, ഇല്ല, എനിക്കതിന് കഴിയില്ല. ഐ നീഡ് വാട്ടർ എവറി ഡേ. എനിക്ക് ദിവസവും, എവറി ഡേ എന്നാൽ ദിവസവും എനിക്ക് വെള്ളം വേണം. ബട്ട് ഡോണ്ട് ടെൽ മീ യു ക്യാൻ ഡു വിത്തൗട്ട് വാട്ടർ. പക്ഷെ നീ എൻ്റെ അടുത്ത് പറയല്ലേ നിനക്ക് വെള്ളം ഇല്ലാതിരിക്കാൻ പറ്റുന്ന, നീ എൻ്റെ അടുത്ത് പറയല്ലേ എന്ന് ലയൺ ക്യാമലിനോട് പറഞ്ഞു. അപ്പോൾ ക്യാമൽ എന്താണ് പറഞ്ഞത് എന്നറിയണ്ടേ? ക്യാമൽ, യെസ് ഐ ക്യാൻ. There are no rivers or lakes in a desert. അപ്പോൾ ക്യാമൽ പറഞ്ഞു, ശരിയാണ്, എനിക്കതിന് കഴിയും. There are no rivers or lakes in a desert. ഡെസേർട്ടിൽ, മരുഭൂമിയിൽ റിവേഴ്സും അതുപോലെ ലേക്സും പുഴകളും തടാകങ്ങളും ഒന്നുമില്ല. ബട്ട് ദാറ്റ് ഡസ് നോട്ട് ബോദർ മീ. പക്ഷേ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഐ ക്യാൻ ഡ്രിങ്ക് 200 bottles of water at a time. എനിക്ക് 200 bottles, 200 ബോട്ടിൽ ഓഫ് വാട്ടർ, 200 ബോട്ടിൽ വെള്ളം ഒരൊറ്റ അടിക്ക് കുടിക്കാനായി കഴിയും. ലയൺ, റിയലി? യു മസ്റ്റ് ഹാവ് എ ബിഗ് സ്റ്റൊമക്ക്. അപ്പോൾ ലയൺ ചോദിച്ചു, റിയലി? ശരിക്കും? അപ്പോൾ നിനക്കൊരു വലിയ സ്റ്റൊമക്ക് ആയിരിക്കും, വളരെ വലിയ ഒരു വയറായിരിക്കും നിനക്ക്. ക്യാമൽ പ്രൗഡ്ലി, യെസ് I have a big stomach. I can store water for a week. I can store food for 2 weeks even. അപ്പോൾ ക്യാമൽ പ്രൗഡ്ലി, വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞു, യെസ്, ശരിയാണ്, ഐ ഹാവ് എ ബിഗ് സ്റ്റൊമക്ക്. എനിക്ക് വലിയ സ്റ്റൊമക്കാണ്, എനിക്ക് വലിയ വയറാണുള്ളത്. ഐ ക്യാൻ സ്റ്റോർ വാട്ടർ ഫോർ എ വീക്ക്. എനിക്ക് ഒരാഴ്ചത്തേക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനായി കഴിയും. ഐ ക്യാൻ സ്റ്റോർ ഫുഡ് ഫോർ 2 weeks even. അതുപോലെ തന്നെ എനിക്ക് 2 ആഴ്ചത്തേക്ക് ഫുഡും ഭക്ഷണവും സ്റ്റോർ ചെയ്യാനായി കഴിയും. ലയൺ, ഷോയിങ് എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ്. ഡു യു സ്റ്റോർ ഫുഡ് ഇൻ യുവർ സ്റ്റൊമക്ക്? അപ്പോൾ ലയൺ വളരെ ഇൻട്രസ്റ്റോടുകൂടി, ഒരുപാട് ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഡു യു സ്റ്റോർ ഫുഡ് ഇൻ യുവർ സ്റ്റൊമക്ക്? നീ നിന്റെ വയറിൽ ഫുഡ് സ്റ്റോർ ചെയ്യുമോ, ഭക്ഷണം സ്റ്റോർ ചെയ്യുമോ? അപ്പോൾ ക്യാമൽ പറഞ്ഞു, നോ ഐ ഡോണ്ട്. ഇല്ല, ഞാൻ ഫുഡൊന്നും വയറിൽ സ്റ്റോർ ചെയ്യില്ല. ഐ സ്റ്റോർ ഇറ്റ് ഇൻ മൈ ഹംപ്. ഞാൻ അതിൻ്റെ ഹമ്പിൽ, എൻ്റെ പുറകിൽ കാണുന്ന ഈ ഹമ്പിൽ, ഈ മുഴയിലാണ് സ്റ്റോർ ചെയ്യുക. ഐ ഈറ്റ് എ ലോട്ട് ഓഫ് ഫുഡ് അറ്റ് വൺ ടൈം. ഞാൻ ഒരു പ്രാവശ്യം ഒരുപാട് ഭക്ഷണം ഒപ്പം കഴിക്കും. ദെൻ ഐ ഡോണ്ട് നീഡ് ടു ഈറ്റ് ഫോർ എ ഫോർട്ട്നൈറ്റ്. അതുകൊണ്ട് എനിക്ക് ഫോർട്ട്നൈറ്റ് എന്നാൽ 2 ആഴ്ച. അതുകൊണ്ട് എനിക്ക് 2 ആഴ്ചത്തേക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ലയൺ പറഞ്ഞു, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഓഹോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ആകാംക്ഷയുള്ളതാണ്. ബട്ട് വാട്ട് ഡു യു ഈറ്റ്? പക്ഷേ നീ എന്താണ് കഴിക്കുക? ക്യാമൽ, ഐ ഈറ്റ് ലീവ്സ് ബട്ട് there are no trees in a desert. അപ്പോൾ ക്യാമൽ പറഞ്ഞു, ഞാൻ ഇലകളാണ് കഴിക്കുക. ലീവ്സ്, ഇലകൾ. പക്ഷേ ഡെസേർട്ടിൽ, മരുഭൂമിയിൽ മരങ്ങളൊന്നുമില്ല. there are no trees in a desert. ലയൺ, what do you eat there? അപ്പോൾ നീ അവിടെ എന്താണ് കഴിക്കുക? ക്യാമൽ, there are thorny bushes in the desert. ഡെസേർട്ടിൽ ത്രോണി എന്നാൽ മുള്ളുള്ള ബുഷസ് ഉണ്ട്. ഡെസേർട്ടിൽ ഒരുപാട് മുള്ളുള്ള ബുഷസ് ഉണ്ട്. ഐ ഈറ്റ് ദ ത്രോൺസ്. ഞാൻ അവയുടെ ത്രോൺസ് ആണ് കഴിക്കുക, അവയുടെ മുള്ളുകളാണ് കഴിക്കുക. ദ ത്രോൺസ് ഡോണ്ട് ബ്രേക്ക് മൈ thick tongue. ആ മുള്ളുകൾ എൻ്റെ വളരെ കട്ടിയുള്ള നാവിനെ കുത്തുകയില്ല. ലയൺ, ഹൗ ഫണ്ണി. അപ്പോൾ ലയൺ പറഞ്ഞു, എത്ര ഫണ്ണി ആയിട്ടുണ്ട് ഇത്. Camel, Mr. King of the forest, please come with me to the desert. അപ്പോൾ ക്യാമൽ പറഞ്ഞു, കാട്ടിലെ രാജാവേ, പ്ലീസ് നിങ്ങൾ എൻ്റെ കൂടെ ഡെസേർട്ടിലേക്ക്, മരുഭൂമിയിലേക്കൊന്ന് വരുമോ? ലയൺ, നോ, ഐ ഡിഡ് ബെറ്റർ നോട്ട്. അപ്പോൾ ലയൺ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല.
I can't walk on burning sand. എനിക്ക് ചുട്ടുപഴുത്ത ആ മണലിലൂടെ നടക്കാനായി കഴിയില്ല. I can't store food and water and I can't eat thorns. അതുപോലെ തന്നെ എനിക്ക് ഫുഡ് സ്റ്റോർ ചെയ്യാനായി കഴിയില്ല, വാട്ടർ സ്റ്റോർ ചെയ്യാനായി കഴിയില്ല, അതുപോലെ തന്നെ മുള്ളുകളെ കഴിക്കാനും കഴിയില്ല. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക് മിസ്റ്റർ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്. മരുഭൂമിയിലെ കപ്പലേ, ഞാൻ Goodbye and good luck, Mr. Ship of the Desert. Mr. Ship of the Desert, goodbye and good luck എന്ന് ലൈൻ പറഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടി ആ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ എൻ്റെ പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.